മുണ്ടക്കെ ചുരൽമല സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ മമ്മൂട്ടിയെ വേദനിപ്പിച്ചെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചത് എന്ന് മുഖ്യമന്ത്രി. ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മമ്മൂട്ടി ഫോണിൽ വിളിച്ച് വികാരാധീനനായി സംസാരിച്ചെന്നും മുഖ്യമന്ത്രി. നവകേരളമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും സർക്കാരിന് ജനം മൂന്നാം ഊഴം സമ്മാനിക്കുമെന്നും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ മമ്മൂട്ടിയെ വേദനിപ്പിച്ചെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചതെന്ന് മുഖ്യമന്ത്രി. സദുദ്ദേശത്തോടെയാണ് മമ്മൂട്ടി വയനാട്ടിലെത്തിയത്. അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണങ്ങൾ ഉണ്ടായി. ഖേദം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മമ്മൂട്ടി ഫോണിൽ വിളിച്ച് വികാരാധീനനായി സംസാരിച്ചെന്നും മുഖ്യമന്ത്രി. ഒരു തരത്തിലുള്ള ദുരുദ്ദേശം അതിലില്ല. അത് മനസ്സിലാക്കാതെ കടന്നാക്രമിക്കുന്ന രീതി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ആ തോന്നലിൽ നിന്നാണ് എൻ്റെ വർത്തമാനങ്ങൾ ഉണ്ടായത്. മമ്മൂട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അങ്ങ് ഇങ്ങനെ ഒരു സന്ദേശം അങ്ങ് പറഞ്ഞതിന് ശേഷം? അതിനുശേഷം അതിനു മുൻപ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ വികാരഭരിതനായി. അത് അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന നിലയുണ്ടായി. കഴിഞ്ഞ 10 വർഷം സംതൃപ്തിയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞത്. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിന്റേത്. ഉന്നതങ്ങളിലെ അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കി. സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവർ LDF-ന് വോട്ട് ചെയ്യുമെന്നും മുഖ്യമന്ത്രി. ഈ LDF-ന്റെ ഭരണം കേരളത്തിലുണ്ടാവും. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കേന്ദ്രവിഹിതം മുടങ്ങുമ്പോഴും സംസ്ഥാനത്തിന്റെ തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചെന്നും ഇത് പ്രതിസന്ധികൾ ഏറെക്കുറെ പരിഹരിക്കാൻ സഹായിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടില് തനത് വരുമാനം നല്ലതുപോലെ വർദ്ധിക്കാൻ, നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനവും തനത് നികുതിയേതര വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അല്ലലില്ലാതെ പോകാൻ നമുക്ക് കഴിയുന്നത്. പൗരത്വ നിയമത്തിലടക്കം ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാർ മുന്നിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്ക നേരിടുമ്പോൾ കേരളത്തിൽ ആ അവസ്ഥയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.